അമൃതം ലളിതം സുന്ദരം വാർഷികത്തോടനുബന്ധിച്ച് കൊയിലാണ്ടി മാതാ അമൃതാനന്ദമയി മഠത്തിൽ നവഗ്രഹ ശാന്തി യജ്ഞം നടന്നു. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടന്നത്. നവഗ്രഹ ശാന്തി, നവഗ്രഹ ഹോമം, ശിവശക്തി ഹോമം എന്നിവയ്ക്ക് മാതാ അമൃതാനന്ദമയി മഠം കൊയിലാണ്ടി മഠാധിപതി ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ നേതൃത്വം നൽകി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 70ാം ജന്മദിനത്തോടനുബന്ധിച്ച് അമൃതം ലളിതം സുന്ദരം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കൊയിലാണ്ടി മാതാ അമൃതാനന്ദമയി മഠം നവഗ്രഹ ശാന്തിയജ്ഞം സംഘടിപ്പിച്ചത്. മാതാ അമൃതാനന്ദമയി കൊയിലാണ്ടി മഠാധിപതി ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ നവഗ്രഹ ശാന്തി, നവഗ്രഹ ഹോമം, ശിവശക്തി ഹോമം എന്നിവയ്ക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം അമ്മയുടെ 70ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് 100 ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കൊയിലാണ്ടി താലൂക്കിൽ ലളിതാ സഹസ്രനാമ അർച്ചന ചെയ്യുകയുണ്ടായി. ആ അർച്ചനയുടെ പൂർത്തീകരണമായിട്ട് ലളിതാ സഹസ്രനാമ യജ്ഞം മാതാമൃതാനന്ദമയി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിയുടെ നേതൃത്വത്തിൽ 9 ഹോമങ്ങളും കാളി പൂജയുമായിട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു വാർഷിക ആഘോഷമായിട്ടാണ് ഈ വർഷം കണ്ണൂർ മഠാധിപതി അമൃതകൃപാനന്ദപുരി സ്വാമിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ നവഗ്രഹ ശാന്തി യജ്ഞം കൊയിലാണ്ടി ആശ്രമത്തിൽ വെച്ച് ചെയ്യുന്നത്. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടന്നത്. ലോകത്ത് സംഘർഷങ്ങളേറി വരുന്ന കാലത്ത് ആത്മീയതയാണ് വിശ്വശാന്തിക്കുള്ള പരിഹാരമെന്ന് സ്വാമി അമൃതകൃപാനന്ദപുരി പറഞ്ഞു. 25 വർഷങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ വിശ്വശാന്തി സന്ദേശം അമ്മ നൽകിയിട്ട് കഴിഞ്ഞ 29-നാണ് 25 വർഷം തികഞ്ഞിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇതിനൊരു പ്രത്യേക പ്രസക്തിയുണ്ട്. ലോകമെമ്പാടും രാഷ്ട്രങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിൽ അതുപോലെ വംശങ്ങൾ തമ്മിൽ ഒക്കെയുള്ള സംഘർഷം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ യുവാക്കളിലും ഒക്കെ തന്നെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ തന്നെയും സ്വാധീനം വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു യജ്ഞത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. ശങ്കരൻ നമ്പൂതിരി കീഴിലമാണ് നവഗ്രഹ ഹോമം നടത്തിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്.